ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ചത്താപ്പച്ചയുടെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെ ബോക്സ് ഓഫീസിൽ നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 7,73,00,000 രൂപയാണ് വന്നത്. ആദ്യ ദിനത്തിലെ സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് തന്നെ 2,97,30,000 രൂപയോളം വരികയുമുണ്ടായി. രണ്ടാം ദിനത്തെ കളക്ഷനിലേക്ക് വരുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 880ഓളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടതായി 8 മണി വരെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. ഏകദേശം 60,000 ടിക്കറ്റുകൾ ഇന്നും സിനിമയ്ക്ക് വിറ്റുപോയതായിട്ടാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ആ ഒരു അപ്ഡേറ്റിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് ഒരു ഇടിവുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ റിലീസ് ദിനത്തിന് തൊട്ടടുത്ത ദിവസം ഉണ്ടാകുന്ന ആ ഒരു സ്വാഭാവിക ഇടിവ് സിനിമയ്ക്കുമുണ്ട്. 24% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 97,02,735 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,15 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം രണ്ടാം ദിനം 8 മണി വരെ 1,15 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. 1,50 കോടി തൊട്ട് 1,80,00,000 രൂപ വരെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. എന്തായാലും കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ചത്താപ്പച്ച എന്ന സിനിമ ഇതിനോടകം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അദ്വൈത് നായരാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. മോഹൻലാലിൻ്റെ അനന്തരവനാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഒരു മികച്ച സംവിധായകനെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ഗംഭീര ക്യാമിയോ റോൾ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. മണിക്കൂറിൽ സിനിമയ്ക്ക് 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരുന്നു. സിനിമയ്ക്ക് കഴിഞ്ഞ 24 മണിക്കൂറിൽ 90,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. എന്താണേലും നല്ല ലെവലിലുള്ള ഒരു ബുക്കിങ്ങും കാര്യങ്ങളും സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. അതിനൊക്കെ ഉപരി മികച്ച ഒരു ക്യാമിയോ റോളും ഒപ്പം മികച്ച ഒരു സിനിമ എന്നുള്ള പേരുമാണ്. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 11 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 4,50 കോടിക്കടുത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുമാണ്. വരുന്ന ശനി ഞായർ ദിനങ്ങളോടെ സിനിമ ഒരു പുതുമയുള്ള നല്ല ചിത്രം എന്നുള്ള പേര് സിനിമ ഇതിനോടകം നേടിക്കഴിഞ്ഞിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കണ്ട. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും.